ഇംഗ്ലീഷിൽ നമുക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു വാക്കാണ്, നമുക്കെല്ലാം അറിയുന്ന വാക്കാണ് ജസ്റ്റ് എന്നുള്ളത്. ജസ്റ്റ് ഒന്ന്. ഐ വാണ്ട് ജസ്റ്റ് വാട്ടർ. എനിക്ക് വെള്ളം മാത്രം മതി. ഐ ജസ്റ്റ് വാണ്ട് വാട്ടർ. എനിക്ക് വെള്ളം മാത്രം മതി എന്നുള്ള അർത്ഥത്തിൽ. അതുപോലെ ജസ്റ്റ് ലിസൺ മീ. എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. ജസ്റ്റ് ലിസൺ മീ. എന്നെ ഒന്ന് ശ്രദ്ധിക്കൂ. ജസ്റ്റ് ഡു ഇറ്റ്. അതൊന്ന് ചെയ്യേ. അത് മാത്രമേ ഉള്ളൂ. അതൊന്ന് ചെയ്യേ. അങ്ങനെ ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് ജസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. ജസ്റ്റ് വെയിറ്റ് എ സെക്കൻഡ്. ഒരു സെക്കൻഡ് കാത്തിരിക്കൂ. അതുപോലെ ഐ ജസ്റ്റ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഐ ജസ്റ്റ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ജസ്റ്റിന് ചെറിയ വ്യത്യാസമുണ്ട്. ഐ ജസ്റ്റ് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇറ്റ് വാസ് ജസ്റ്റ് യെസ്റ്റർഡേ. അത് അത് ഇന്നലെയായിരുന്നു. അത് ഇന്നലെയായിരുന്നു എന്നുള്ളതാണ്. അതിപ്പോൾ ഇന്നലെ കഴിഞ്ഞുള്ളൂ എന്നറിയില്ല. ഹീ ജസ്റ്റ് വെൻ നൗ എന്ന് പറഞ്ഞാൽ അവൻ ഇപ്പോൾ പോയതേ ഉള്ളൂ. ഹീ ലെഫ്റ്റ് ജസ്റ്റ് നൗ. അവൻ ഇപ്പോൾ പോയതേ ഉള്ളൂ. ആ അർത്ഥത്തിൽ ജസ്റ്റ് ഉപയോഗിക്കും. ജസ്റ്റ് റിലാക്സ്. ഒന്ന് വിശ്രമിക്കൂ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഐ ജസ്റ്റ് സോ ഹിം. ഞാൻ അവനെ ഇപ്പോൾ കണ്ടോളൂ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കും. ദാറ്റ്സ് ജസ്റ്റ് വാട്ട് ഐ ആസ്റ്റ്. ഇതാണ് ഞാൻ ചോദിച്ച കാര്യം. ദാറ്റ്സ് ജസ്റ്റ് വാട്ട് ഐ ആസ്റ്റ്. ഇതാണ് ഞാൻ ചോദിച്ച കാര്യം എന്നുള്ള രൂപത്തിൽ നമ്മളെന്ത് ചെയ്യും, നമുക്ക് ജസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ഇറ്റ്സ് ജസ്റ്റ് എ പെൻ. അതൊരു പെന്ന് മാത്രമാണ്, അതൊരു പേന മാത്രമാണ്. ഇറ്റ്സ് ജസ്റ്റ് എ പെൻ. ഇറ്റ്സ് ജസ്റ്റ് എ വേർഡ്. അതൊരു വാക്ക് മാത്രമാണ് എന്നുള്ള, കേവലം എന്നുള്ള രൂപത്തിൽ, അത്രേ ഉള്ളൂ എന്നുള്ള രൂപത്തിൽ ഉപയോഗിക്കുന്നതാണ് ജസ്റ്റ്. ഇറ്റ്സ് ജസ്റ്റ് 5 മിനിറ്റ്. ഞാൻ എന്നെ കുറേ വെയിറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് എ 5 മിനിറ്റ്. അതാകെ ഒരു 5 മിനിറ്റേ ഉള്ളൂ എന്നുള്ള രൂപത്തിൽ ഉപയോഗിക്കും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളിൽ ജസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, പ്രാക്ടീസ് ചെയ്യുക.